ഇനി കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ പേരാമ്പ്രയിൽ പോലീസിനെ ആക്രമിച്ച സംഭവത്തിൽ 3 സ്ത്രീകളടക്കം 5 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കുറ്റ്യാടി അടുക്കത്ത് കോവുമ്മൽ അഫ്രീദ്, പേരാമ്പ്ര പുറ്റംപൊയിൽ വടക്കേപ്പറമ്പിൽ ഷംസീർ, പാലക്കാട് എട്ടത്തനാട്ടുകര സ്വദേശിനി റിൻഷ ഫാത്തിമ, കൊല്ലം കടപ്പാക്കട സ്വദേശിനി സംഗീത, മലപ്പുറം സ്വദേശിനിയായ 16-കാരി തുടങ്ങിയവരാണ് അറസ്റ്റിലായത്. ഈ വാർത്തയുടെ വിവരങ്ങളുമായി അനഘ ഹർഷനാണ് ചേരുന്നത്. അനഘ, അങ്ങനെ ഒടുവിൽ അവർ അറസ്റ്റിലായിരിക്കുന്നു അല്ലേ? അതായത് എന്തൊരു ആക്രമണം, എന്തൊരു തോന്നിയാസമാണ് അവർ പോലീസിന് നേരെ കാട്ടിയത് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നടന്ന ദൃശ്യങ്ങളിൽ കണ്ടതാണ്. ഇപ്പോൾ ഈ അറസ്റ്റിലായ ആളുകൾ 16-കാരി ഉൾപ്പെടെ ഉണ്ടെന്ന് പറയുമ്പോൾ ഇവരെല്ലാം ഈ ലഹരിക്ക് അടിമയാണ്, അല്ലെങ്കിൽ ഈ ലഹരി ഇടപാടുകളിൽ അവരുണ്ട് എന്നുള്ളത് കൂടിയല്ലേ പുറത്തു വരുന്നത്? എന്തൊക്കെയാണ് അവർ പറയുന്നത്? പോലീസ് എന്ത് വിശദാംശങ്ങളാണ് നൽകുന്നത്? അനഘ. ആതിര, ഇന്നലെയായിരുന്നു കോഴിക്കോട് പേരാമ്പ്രയിൽ വെച്ച് ഈ 5 പേരും സഞ്ചരിച്ച കാർ തടഞ്ഞു നിർത്തിക്കൊണ്ട് ഡാൻസ് ഓഫ് സംഘം ഇവരെ പിടികൂടുന്നത്. ഈ പരിശോധനയ്ക്കിടെ വലിയ അതിക്രമമായിരുന്നു ഡാൻസ് ഓഫ് സംഘത്തിനും പോലീസിനും നേരെയൊക്കെ ഇവർ കാണിച്ചത്. ഇത് 3 സ്ത്രീകളും 2 പുരുഷന്മാരുമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, ഇവരുടെ കയ്യിൽ നിന്ന് മയക്കുമരുന്ന് ഉൾപ്പെടെയുള്ള രാസലഹരികൾ പിടിച്ചെടുക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്താണ് ഇവർ ഈ പോലീസിനെ അതിക്രൂരമായി മർദ്ദിക്കുന്നത്. ഡാൻസ് ഓഫ് സംഘത്തിലെ ഉദ്യോഗസ്ഥർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവരുടെ അറസ്റ്റാണ് പോലീസ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കോഴിക്കോട് സ്വദേശികൾ മാത്രമല്ല, ഈ പാലക്കാട് സ്വദേശികൾ കൂടി ഈ സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഇവരെ വിശദമായി ചോദ്യം ചെയ്തിട്ടുണ്ട്. അതായത് ഇവർ ലഹരി കടത്ത് സംഘത്തിലെ അംഗങ്ങളാണോ എന്നൊക്കെ പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 16 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി കൂടി ഈ ലഹരി സംഘത്തിനൊപ്പം ഇന്നലെ അറസ്റ്റിലായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും അതിലടക്കം വ്യക്തത തേടിക്കൊണ്ട് പോലീസ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുകയാണ്. ചോദ്യം ചെയ്യൽ ഇനി ഇവരെ അറസ്റ്റ് ചെയ്ത ഇവരെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് പോലീസ്. ശരി, അനഘയാണ് കോഴിക്കോട് പേരാമ്പ്രയിൽ നടന്ന ലഹരി സംഘത്തിന്റെ ആക്രമണത്തിന്റെ വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്.